ഹായ് ഫ്രണ്ട്സ്, PSC ഹാക്കർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് LDC 2020 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സി ആണ്, കബനി. കുറുവ ദ്വീപ് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി ലക്ഷ്മിബായിയാണ്. അലോപ്പതി ചികിത്സാ സമ്പ്രദായം തിരുവിതാംകൂറിൽ ആരംഭിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ലോകസഭാ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭാ സ്പീക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോറിലാണേ. അടുത്ത ക്വസ്റ്റ്യൻ. പശ്ചിമതീര സമതലത്തിലെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. പശ്ചിമതീര സമുദ്രത്തിൻ്റെ മധ്യഭാഗം കൊങ്കൺ തീരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 1. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് പഠിച്ചു വയ്ക്കുക. 2015 ജനുവരി 1 നീതി ആയോഗ് വന്നത്. നയൻകാര, അയ്യക്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? വിജയനഗരം. ഏതാണ് ആൻസർ? വിജയനഗരം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ധാരാതലീയ ഭൂപടത്തിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഏതാണ്? നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ തെക്ക് വടക്കാണേ. നോർത്തിങ്സ് തെക്ക് വടക്ക്. ഇ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത്. ഗരീബി ഹഠാവോ 5ാമത്തെയാണ്. വ്യവസായവൽക്കരണം 2ാമത്തെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ്? ഇത് 2403. പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403, 2403 അടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏത്? ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാൽ, സംസ്ഥാന തലത്തിലാണെങ്കിലാണ് ലോകായുക്ത വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉൾഭാഗത്ത് അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അകക്കാമ്പ് ഖരമാണ് വരുന്നത്. അകക്കാമ്പ് ഖരമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ വന്നത് 2012. പോക്സോ 2012. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം അസമാണ്. 2ാമതാണ് ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതിയാണ് ഏത്? ജാതിക്കുമ്മി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 21ൻ്റെ ആൻസർ എന്താണ്? പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. സി ആണ് ആൻസർ വരുന്നത്. പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ് യുവത്വ ഹോർമോൺ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ്? യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? അത് കാൾ ലിനേയസ് ആണ്. ആരാണ്? കാൾ ലിനേയസ്. അടുത്ത ക്വസ്റ്റ്യൻ.
മസ്തിഷ്കത്തിലെയും സുഷ്മന നാഡിയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏതാണ് ആൻസർ വരുന്നത്? സി ആണ്. ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ് വരുന്നത് ആൻസർ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? അതേതാണ്? ഫെർമിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. എന്താണ്? പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഫ്യൂഷനാണ് വരുന്നത്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനമാണ് ഫ്യൂഷൻ പ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹൈഡ്രജൻ വരില്ല, ബാക്കിയെല്ലാം വരും. മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫ ന്യൂമറിക് എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി താൽക്കാലികം എന്ന് പറയുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി. നോൺ പെർമനൻറ്റ് മെമ്മറിയാണ്, അതായത് വോളറ്റൈൽ മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. URLൻ്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. B ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നതാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. 37ൻ്റെ ആൻസർ D ആണ്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ പട്ടേൽ, വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സെൻസസ് യൂണിയൻ ലിസ്റ്റാണ് വരുന്നത്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എത്രാമത്തെയാണ്? 7ാം ഭേദഗതിയിലൂടെയാണ്. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? സൈക്കോ എന്ന തൂലികാനാമം ഇ മുഹമ്മദ്. സൈക്കോ എന്ന തൂലികാനാമം ആരുടെയാണ്? ഇ മുഹമ്മദിൻ്റെയാണ്. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? 2019 PV സിന്ധുവിനാണ് ലഭിച്ചത്. PV സിന്ധുവിന്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്വിലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആരാണ്? ഇൻക്വിലാബിൻ്റെ മക്കൾ PJ ആൻ്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയിൽ പരാജയപ്പെടുത്തിയ രാജ്യമേത്? ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഏതിൻ്റെയാണ്? ബംഗ്ലാദേശ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? 2022 ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെ അന്നത്തെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു കേട്ടോ. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കവളപ്പാറ മലപ്പുറമാണ്. എത്രാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 നടന്നത് എത്രാമത്തെയാണ്? 17ാമത്തെയാണ്. 17. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിന് നൽകിയ പേരെന്തായിരുന്നു? വിക്രം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജു. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ.
എൻ്റെ ആൻസർ എന്താണ്? 51B ഓണാണ്. ട്യൂൺ ഓണാണ് വരുന്നത്. ഇത് ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. എൻ്റെ ആൻസർ എന്താണ്? വി എൻജോയ്ഡ് ദ ഫൺ. വി എൻജോയ്ഡ് ദ ഫൺ ആണ് വരുന്നത്. ദേ ഡാഷ് ഫോർ യു. എൻ്റെ ആൻസർ എന്താണ്? ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിനോണിം ഓഫ് എക്സെൻട്രിക് ഈസ്. എക്സെൻട്രിക്കിൻ്റെ സിനോണിം എന്താണ്? എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ദ വേർഡ് ഹാപ്പി ഈസ് ആൻ ഡാഷ്. ഹാപ്പി എന്ന് പറയുന്നത് എന്താണ്? അതൊരു അഡ്ജക്റ്റീവാണ്. ഹാപ്പി ഒരു അഡ്ജക്റ്റീവാണ്. ദ ആൻറ്റോണിം ഓഫ് എക്സ്ട്രാവഗൻറ്റ് ഈസ് ഡാഷ്. ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാവഗൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. എന്താണ്? അവർ ജവാൻസ് വുഡ് നോട്ട് ഗീവ് ഇൻ ടു ദ എനിമീസ്. എ ആണ് ആൻസർ വരുന്നത്. റൈസ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻ ഡാഷ് സെൻറ്റൻസ്. ഇതെന്ത് സെൻറ്റൻസ് ആണ്? അസേർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നത്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക് ഈസ്. എന്താണ്? മസ്കുലിൻ ആണേ. ബി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഈസ് കറക്റ്റ്. ഇതിലേതാണ് വെക്കേഷൻ്റെ കറക്റ്റ് ഫോം ഏതാണ്? VACATION. ഒരു സി എ ഉള്ളൂ കേട്ടോ. ഒരു സി. വെക്കേഷന് ഒരു സി ആണുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ് ഡാഷ്. എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഹീ സെഡ് നത്തിങ്. ഏതാണ് വരുന്നത്? ഡിഡ് ഹി ആണ് ആൻസർ വരുന്നത്. ഡിഡ് ഹി. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദ എക്സാം. 62A ആണ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സൺ സ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോമിങ് യൂസിങ്. എന്താണ്? കോമ്പൗണ്ടാണ്. സി ആണ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. കറക്റ്റ് ഇഡിയമാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഇറഗുലർലി എന്ന് പറഞ്ഞാൽ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ടാണ് വരുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ് ഡാഷ്. ഏതാണ്? ദ ടോയ്സ്. ഇതിൻ്റെ പാസീവാണ്. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ജസ്റ്റ് കം. അതിൻ്റെ ആൻസർ എന്താണ്? ഐ ഹാവ് ജസ്റ്റ് കം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് ഈസ് ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കാൻഡിഡേറ്റ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. അതിൻ്റെ ആൻസർ എന്താണ്? മസ്റ്റ് ആണ് വരുന്നത്. മസ്റ്റ്. ഡി ആണ് ആൻസർ. ബാലു ടു അക്ഷര വേർ ആർ യു ഗോയിങ്. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദിസ് സെൻറ്റൻസ് ഈസ്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് വരുന്നത്. ബാലു ആസ്ക്ഡ് അക്ഷര വെയർ ഷീ വാസ് ഗോയിങ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് എ ഡാഷ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജെറണ്ടാണ്. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ സെറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത് മലയാളം സെറ്റ് നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ. തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഏത്? തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഇതിലേതാണ്? വെണ്മ. അടുത്ത ക്വസ്റ്റ്യൻ. കൈകാലുകൾ സമാസമേത്? കൈകാലുകൾ സമാസമേത്? ദ്വന്ദ്വനാണ്. അടുത്തത് ശരിയായ രൂപമേത്? ഏതാണ്? ഇതിലേതാണ്? എ ആണ് ആൻസർ വരുന്നത്. അഭ്യസ്ത വിത്തിൻ. എ ആണ് ആൻസർ. റഷ്യയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് അതേതാണ്? സി ആണ് ആൻസർ. ആർഷം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അർത്ഥം എഴുതുക. ഇനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ്. ഇനൻ സൂര്യൻ. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ കൃതിയാണ്? ആരുടെയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആദ്യമായി ഒരു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. നായ കഥാപാത്രമായ ഒരു കഥ ഏത്? നായ കഥാപാത്രമായ കഥയാണ് ഏത്? വെള്ളപ്പൊക്കത്തിൽ.
ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ആരാണ്? കാരൂർ നീലകണ്ഠ പിള്ള. അങ്ങനെ മലയാളത്തിൻ്റെ സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സ് നോക്കാം. മാത്സിൽ ഞാൻ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 25 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 72ൻ്റെ ആൻസർ എ ആണ്. 100 ആൻസർ വരുന്നത്. 73ൻ്റെ ആൻസർ സി. 74ൻ്റെ ആൻസർ എന്താണ്? അത് 1/16 വരുന്നത്. ഡി ആണ് ആൻസർ. 75ൻ്റെ ആൻസർ 72 വരുന്നത്. എ ആണ് ആൻസർ വരുന്നത്. അടുത്ത് 76ൻ്റെ ആൻസർ എന്താണ്? അത് ഡി ആണ് വരുന്നത്. 1728 ആൻസർ വരുന്നത്. 76. ഇനി 77ൻ്റെ ആൻസർ 51 വരുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഇട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി 78ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. 79ൻ്റെ ആൻസർ എന്താണ്? 79ൻ്റെ ആൻസർ ബി, 12 സെൻറ്റിമീറ്റർ. 80ൻ്റെ ആൻസർ എന്താണ്? ഡി ആണ്, 120 ഡിഗ്രിയാണ് വരുന്നത്. ഇനി 81ൻ്റെ ആൻസർ നോക്കാം. 81ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. ഏതാണ്? ഡി, 49. 82ൻ്റെ ആൻസർ ശനിയാണ് ആൻസർ എ. 83ൻ്റെ ആൻസർ സി, 40 ആൻസർ വരുന്നത്. 84ൻ്റെ ആൻസർ ബി, 30 ആൻസർ. 85ൻ്റെ ആൻസർ സി, 15 ആൻസർ വരുന്നത്. ഇനി 86ൻ്റെ ആൻസർ എ ആണ്, 105. 87ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ വരുന്നത്. 13 ആൻസർ. ഇനി 89ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, 5800. 90ൻ്റെ ആൻസർ എന്താണ്? 90ൻ്റെ ആൻസർ സി ആണ് വരുന്നത്, 10 കിലോമീറ്റർ ആണ് വരുന്നത്.